വർഷങ്ങളോളം നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് നടി മഞ്ജു വാര്യർ മലയാള സിനിമയിലേക്ക് തിരിച്ചുവരവ് നടത്തിയത്. സാധാരണഗതിയിൽ നടിമാർ വിവാഹശേഷം വരുമ്പോൾ വേണ്ടത്ര പരിഗണന ലഭിക്കാറില്ലെങ്കിലും മഞ്ജു വാര്യർ ലേഡി സൂപ്പർ സ്റ്റാർ ആയിട്ടാണ് പിന്നീട് അറിയപ്പെട്ടത്. ഇപ്പോഴിതാ മഞ്ജു വസന്തം എന്ന പേരിൽ പുതിയൊരു ഫാൻസ് പേജ് തുടങ്ങിയതിനെക്കുറിച്ച് ആരാധിക എഴുതിയ കുറിപ്പ് വൈറൽ ആവുകയാണ്. വിഷാദമണക്കുള്ള പല അവസ്ഥയിലും മരുന്ന് പോലെയാണ് മഞ്ജു വാര്യർ വന്നതിനെക്കുറിച്ചാണ് ആരാധകർ പറയുന്നത്. എത്ര ദുഃഖത്തോടെയും സങ്കടത്തോടെയും ഇരിക്കുമ്പോഴും എനിക്ക് ആശ്വാസം പകരുന്ന ഈ ലോകത്തെ ഒരേ മെഡിസിൻ മഞ്ജു വാര്യറാണ്. മഞ്ജു ചേച്ചിയുടെ ഈ പേജ് ഞാൻ തുടങ്ങിയത് പോലും ഈ ഒരു അവസ്ഥയിൽ നിന്നാണ്. ആ സമയത്ത് അവരുടെ വാർത്തകൾ, പോസ്റ്റുകൾ ഒക്കെയാണ് കൂടുതലായി ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തത്. ഡിപ്രഷൻ എന്നൊരു അവസ്ഥ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും ആവാത്ത തരത്തിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കാറുണ്ട്. ഞാൻ തന്നെ കണ്ടെത്തിയ ഏക മരുന്നും പ്രതിവിധിയുമാണ് എനിക്ക് ഇന്ന് മഞ്ജു വാര്യർ എന്ന അത്ഭുതം. അവരെക്കുറിച്ച് ആക്ടിവിറ്റി മുഴുകുക, അവർക്കൊരു നല്ലൊരു പിന്തുണ എനിക്കിന്ന് ആവുന്ന തരത്തിലുള്ള സപ്പോർട്ടും കൊടുക്കുക. ആദ്യമൊക്കെ അതൊരു തരം വാശിയായിരുന്നു ചിലരോടുള്ളത്. പിന്നെ പിന്നെ അതൊരു ആരാധനയായി മാറി. ഇന്ന് എൻ്റെ ആശ്വാസം ആണ് മഞ്ജു ചേച്ചി. ചേച്ചി എൻ്റെ അനുഭവത്തിൽ നിങ്ങൾക്കൊരു അത്ഭുതം തന്നെയാണ്. ഒത്തിരിയേറെ ഇഷ്ടത്തോടെ ചേച്ചിയുടെ ഒരു അഭയദാങ്കാശി ഇന്ന് നന്മകൾ മാത്രം വരണം എന്ന് ആഗ്രഹിക്കുന്ന, അതിനായി എല്ലാ പ്രാർത്ഥനകളും എന്നും പറഞ്ഞാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ഇതിന് താഴെ മഞ്ജു വാര്യർ പ്രചോദനം എന്ന് പറയുന്ന ആരാധകരും ഉണ്ട്. സത്യമാണ്, മഞ്ജുവിനെ കാണുന്ന ഒരു പോസിറ്റീവ് എനർജി തരും. പ്രായം 40-ന് മുകളിൽ ആയാൽ ഇനി ഒന്നും സാധിക്കില്ല എന്ന് പറയുന്നവരുടെ മുന്നിൽ എനിക്കും എല്ലാം സാധിക്കാൻ പറ്റും, ചെയ്യാൻ സാധിക്കും എന്ന് പറയാനും അതിന് ശ്രമിക്കാനും പ്രചോദനം നൽകുന്ന ഒരു മുഖമാണത്. മഞ്ജു എന്ന വ്യക്തി വളർന്നാൽ അതിൻ്റെ വേദന പലർക്കും സഹിക്കാൻ പറ്റില്ല. കാരണം എല്ലാ സ്ത്രീകളുടെ ഉള്ളിലും മഞ്ജുവിൻ്റെ ധൈര്യം, നിലനിൽപ്പ്, ആ ചിരി, തൻ്റെ ഇടം, തനിച്ചുള്ള യാത്ര, സ്വന്തം കാലിൽ നിന്ന് ജോലി, ആര് ചതിച്ചാലും സ്ത്രീകൾ ജീവിക്കുമെന്ന് കാണിച്ചു കൊടുത്തു. പ്രതീക്ഷകൾ തകരുമ്പം അങ്ങോട്ടോ മുമ്പോട്ടോ വെച്ച കാൽ പിന്നോട്ട് വയ്ക്കാതെ തളരാതെ വളരുകയാണ്. ദൈവം കൂടെയുണ്ട്. വിശ്വസിച്ച് താലി ചാർത്തിയവൻ മറ്റൊരു പെണ്ണിനെ മണത്ത് പോകയില്ലേ? ജീവിക്കണം സഹോദരി. ദൈവം തീർത്തും കണക്കുകൾ. നിന്നെ ചതിച്ചവരെ കാലം ദൈവവും നിന്നെ വെറുതെ വിടില്ല. മകൾ കൂടി ഒറ്റപ്പെടുത്തിയിട്ടും പിടിച്ചു നിന്നില്ലേ? ഉള്ളിൽ ഒരുപാട് കരഞ്ഞിട്ടുണ്ടാവും. പല സ്ത്രീകളും ഇന്നും മുന്നോട്ട് പോകുന്നതിന് മഞ്ജുവിൻ്റെ ജീവിതം ഒരു കാരണമാണ്. മഞ്ജു വാര്യരും ഒരിക്കലും തളർന്നിട്ടില്ല. അവരെ ചതിച്ച് ഇപ്പോൾ സന്തോഷിക്കുന്നുണ്ടാവും. ഇതെല്ലാം കാലം തീർക്കും. അവരോട് ദൈവം എന്ന എല്ലാത്തിനും കണക്ക് ചോദിക്കും എന്നിങ്ങനെ നീളുന്ന കമന്റുകൾ.